നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് നമുക്ക് പെൻഷൻ ലഭിച്ചത്. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ അറിയാതെ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഓരോ പെൻഷനും അതിന് പുറമെ അതിൻ്റെ 18% പലിശ കൂടി തിരിച്ചടക്കേണ്ടി വരും. ആരെല്ലാമാണ് തിരിച്ചടക്കേണ്ടി വരിക, ആർക്കെല്ലാമാണ് അത് ബുദ്ധിമുട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ചും, ചില ആളുകളെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണം, അത് ആരെല്ലാമാണ് നൽകേണ്ടത് എന്നതിനെല്ലാം കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഗവൺമെൻറ് അറിയിപ്പുകൾ വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ അവർ പലിശ കൂടി തിരിച്ചടക്കേണ്ടി വരും. നമ്മൾ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥ പെൻഷൻ ലഭിക്കുന്ന ആളുകളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതുണ്ട്, അവരെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്തു അല്ലെങ്കിൽ പുറത്താക്കിയെന്നെല്ലാം. അവർക്കിപ്പോൾ പെൻഷൻ വാങ്ങിയ മുഴുവൻ തുകയും അതിന് പുറമെ 18% പലിശ കൂടി അവർ തിരിച്ചടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് സാധാരണ ആളുകൾക്കും ബാധകമാണ്. സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് അവർ അനധികൃതമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ അവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കില്ലെന്ന് മാത്രമല്ല, വാങ്ങിയ പെൻഷൻ കൂടി തിരിച്ചടക്കേണ്ടി വരും. എന്തെല്ലാം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. 5 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ 1-ൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ, ഒരാളുടെ പേരിൽ 1-ൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല. അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. സ്വന്തമായിട്ട് 4 ചക്ര വാഹനമുള്ള ആളുകൾ, അത് ടാക്സി വാഹനങ്ങളല്ല, പ്രൈവറ്റ് 4 ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ അവരും പെൻഷൻ അർഹതയില്ല, അവർ അനധികൃതമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വാങ്ങുന്ന ഓരോ പണവും നമ്മുടെ അവകാശമാണെങ്കിൽ പോലും അത് അനർഹമായിട്ടാണ് കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. പെൻഷന് മാത്രമല്ല ഈ ഒരു ബാധകമുള്ളത്, നമ്മൾ വാങ്ങുന്ന റേഷൻ സാധനങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ, എല്ലാത്തിനും ഇത് ബാധകമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വാങ്ങുന്ന അരി, നമ്മുടെ കാർഡ് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകളാണെങ്കിൽ നമുക്ക് അർഹതയില്ലാതെ നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഓരോ കിലോ ആയിരിക്കും 35 രൂപ വെച്ച് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുടെ പേരിൽ നമ്മൾ റേഷനൊന്നും ഒഴിവാക്കാതെ അവരുടെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും ഈ ഒരു നിയമം ബാധകമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പല ആളുകൾക്കും 50,000 40,000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നുണ്ട്. റേഷൻ സാധനത്തിലാണ് കൂടുതൽ ഫൈനുകൾ ഈടാക്കുന്നത്. വലിയ ഫൈനുകൾ വരുന്നുണ്ട്. മരണപ്പെട്ടു പോയ ആളുടെ പേര് ഒഴിവാക്കാതിരിക്കൽ, പ്രവാസികളാണെങ്കിൽ NRK രേഖപ്പെടുത്താതിരിക്കൽ, അനർഹമായിട്ട് ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെക്കൽ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് ഈ പണം തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ക്ഷേമനിധിയാണ് പ്രവാസി ക്ഷേമനിധി. പ്രവാസി ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നത് 3,000-3,500 രൂപയാണ്. അങ്ങനെ ആ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ്. അത് നൽകാത്ത ആളുകൾക്ക് ഇപ്പോൾ പിന്നീട് പെൻഷൻ ലഭിക്കുകയില്ല. ഈ മാസം അവസാനം തീയതി വരെയാണ് അതിൻ്റെ കാലാവധി ഉള്ളത്. അതിനുമുമ്പായി തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുക. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിൽ നമ്മുടെ പെൻഷൻ ID നമ്പറും മറ്റു കാര്യങ്ങളും ചെയ്ത് ഒന്നുകിൽ ഓഫീസിൽ നേരിട്ട് എത്തിക്കുക, അല്ലെങ്കിൽ തപാൽ മുഖേന എത്തിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആധാർ കാർഡ് കൂടി കൈവശം വെക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് മുഖേന അവിടെ എത്തിച്ച് നമ്മൾ അതിൽ ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമാണ് അവർക്ക് പ്രവാസി പെൻഷനും മറ്റ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.